Dear students, welcome to Learner's World. In this video, I'm going to talk about a poem analysis in Kyoto and the Old Pond by Basho, Kaleidoscope for semester, Calcutta University, Common English. Matsuo Kinsago, his pen name Basho, he is well-known poet and traveler. He was a master of haiku. He also created a new poetic form called haibon. മാറ്റ്സോ കിൻസാഗോ ആണ് അദ്ദേഹത്തിൻ്റെ റിയൽ നെയിം. പെൻ നെയിം തൂലികാനാമമാണ് ബാഷോ. അദ്ദേഹം ഒരു പോയറ്റാണ്, ട്രാവലറാണ്. അദ്ദേഹം ഒരു ന്യൂ പോയറ്റിക് ഫോം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഹൈബോൺ. അതുപോലെ ഹൈക്കൂവിൽ വളരെയധികം പ്രാവീണ്യമുള്ള ആളായിരുന്നു ബാഷോ. വാട്ട് ഈസ് ഹൈക്കു? എ ഹൈക്കു ഇസ് എ 3-line ജാപ്പനീസ് പോം ദാറ്റ് ഫോളോ 17 syllables. എന്താണ് ഹൈക്കു എന്ന് പറഞ്ഞാൽ? അതായത് 3 വരികളുള്ള ഒരു ജാപ്പനീസ് പോമാണ് ഹൈക്കു. അത് 17 syllables ആണ് അതിൽ ഉള്ളത്. ഇതിനെയാണ് ഹൈക്കു എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഇൻ ക്യോട്ടോ ദ ഓൾഡ് പോണ്ട്, ഇത് രണ്ടും ഹൈക്കു ആണ്. നമ്മുടെ ബാഷോ ഈ ഹൈക്കുവിൽ വളരെയധികം പ്രാവീണ്യമുള്ള ആളാണെന്നാണ് പറയുന്നത്. In Kyoto, it is a haiku. It expresses a sense of longing and nostalgia for the city of Kyoto, capital of Japan. It is a major tourist destination. ഇൻ ക്യോട്ടോ എന്ന് പറയുന്നത് ഒരു ഹൈക്കു ആണ്, റിട്ടൺ ബൈ ബാഷോ. ഇതിൽ അദ്ദേഹം എക്സ്പ്രസ് ചെയ്യുന്നത് ഒരു ലോങ്ങിങ്, അതായത് ഇൻറ്റൻസിറ്റി ഓഫ് ഡിസയർ, അതുപോലെ ഒരു നൊസ്റ്റാൾജിയ. ക്യോട്ടോ എന്ന് പറയുന്നത് ഒരു സിറ്റീൻ്റെ നെയിമാണ്. അതായത് ജപ്പാൻ്റെ ക്യാപിറ്റലാണ് ഈ ക്യോട്ടോ എന്ന് പറയുന്നത്. അത് ജപ്പാനിലെ ഒരു മേജർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഈ ഒരു ക്യോട്ടോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നമ്മുടെ സ്പീക്കർ ഈ ഒരു ക്യോട്ടോയിൽ തന്നെയാണ്. പക്ഷേ ഈ ഒരു ക്യോട്ടോയോട് ഉള്ള ഒരു നൊസ്റ്റാൾജിയ, അതുപോലെ ഒരു വളരെയധികം ഒരു ഇൻറ്റൻസിറ്റി ഓഫ് ഡിസയർ ഒക്കെയാണ് ഈ ഒരു ഹൈക്കുവിൽ അദ്ദേഹം എക്സ്പ്രസ് ചെയ്യുന്നത്. The speaker is physically present in the city, still he desires Kyoto, and the sound of the cuckoo serves as a symbol of the passing of a pleasant season and arrival of a harsher one, and a symbol of renewal and change. അതായത് ഇതിൽ സ്പീക്കർ ക്യോട്ടോയിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ക്യോട്ടോവിനോടുള്ള ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ്, അല്ലെങ്കിൽ ഒരു ലോങ്ങിങ്, ഒരു ഡിസയർ, ഒരു ഇൻറ്റൻസിറ്റി ഓഫ് ഡിസയർ അദ്ദേഹത്തിന് തോന്നുന്നുണ്ട്. അതുപോലെ ഇതിലൊരു കുക്കൂൻ്റെ സൗണ്ട് കേൾക്കാം. കുക്കു എന്ന് പറയുന്നത് ഒരു മൈഗ്രേറ്റഡ് ബേർഡ്, അതായത് ഒരു ദേശാടന പക്ഷിയാണ്. അപ്പോൾ ഈ കുക്കുവിൻ്റെ സൗണ്ട് ഒരു നല്ലൊരു സീസണിൻ്റെ പാസിങ്ങിനെ സിംബലൈസ് ചെയ്യുന്നുണ്ട്. പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു സീസണിൻ്റെ പാസിങ്ങിനെ സിംബലൈസ് ചെയ്യുന്നുണ്ട്. പിന്നീട് ഒരു ഹാർഷറായിട്ടുള്ള സീസണിൽ എത്തിച്ചേരുന്ന ആ ഒരു അതിനെയാണ് ഈ ഒരു കുക്കുവിൻ്റെ ആ ഒരു സൗണ്ട് സിംബലൈസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ ഇത് ഓൾസോ സിംബലൈസസ് റിന്യൂവൽ ആൻഡ് ചേഞ്ച്. അതായത് ഈ ഒരു കുക്കുവിൻ്റെ ആ ഒരു സൗണ്ട് റിന്യൂവൽ, അതുപോലെ ചേഞ്ചിനെയൊക്കെയാണ് സിംബലൈസ് ചെയ്യുന്നത്. Poet employs auditory image of the cuckoo song, a longing for home in the minds of travelers who hear it. അതുപോലെ പോയിറ്റ് ഇതിൽ ഈ ഒരു കുക്കുവിൻ്റെ സോങ്ങിൻ്റെ ഒരു ഓഡിറ്ററി ഇമേജ് നമുക്ക് മുന്നിൽ അദ്ദേഹം പോർട്രേ ചെയ്യുന്നുണ്ട്. അതായത് ഈ ട്രാവലേഴ്സൊക്കെ ഈ കുക്കുവിൻ്റെ സോങ് കേൾക്കുമ്പോൾ അവർക്കൊക്കെ ആ ഒരു വീടുമായിട്ടുള്ള ആ ഒരു നൊസ്റ്റാൾജിയ, ആ ഒരു അവരുടെ മൈൻഡിലൊക്കെ ആ ഒരു വീടിനോടുള്ള ആ ഒരു ഇൻറ്റൻസിറ്റി ഡിസയർ അവർക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഓഡിറ്ററി ഇമേജാണ് നമ്മുടെ പോയിറ്റ് ഈ കുക്കു സോങ്ങിലൂടെ നമുക്ക് നൽകുന്നത്. പോയിറ്റ് ഈസ് ഓൾറെഡി ഇൻ ക്യോട്ടോ, ബട്ട് ദ കുക്കൂസ് കോൾ ഇവോക്സ് എ സെൻസ് ഓഫ് നൊസ്റ്റാൾജിയ ഫോർ ഹോം. അതായത് പോയിറ്റ് നിൽക്കുന്നത് ഓൾറെഡി ക്യോട്ടോ സിറ്റിയിൽ തന്നെയാണ്. പക്ഷെ എന്നാലും ആ ഒരു ആ ക്യോട്ടോ സിറ്റിനോട് ഒരു പ്രത്യേക ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് പോയിട്ടിനുണ്ട്. ആ കുക്കുവിൻ്റെ ആ ഒരു സൗണ്ടൊക്കെ കേൾക്കുന്ന സമയത്ത് ഒരു സെൻസ് ഓഫ് നൊസ്റ്റാൾജിയ ഫോർ ഹോം അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നുണ്ട്. ദിസ് ലോങ്ങിങ് കുഡ് ബി ഫോർ ആൻ ഇമാജിൻ ഹോം, എ ലോസ്റ്റ് പാസ്റ്റ് ഓർ ആൻ അൺഅറ്റൈൻഡ് ഐഡിയൽ. അതായത് ഈ ഒരു ലോങ്ങിങ്, ഈ ഒരു ഇൻറ്റൻസിറ്റി ഓഫ് ഡിസയർ എന്ന് പറയുന്നത് മേ ബി ആ ഒരു കുക്കുവിൻ്റെ സൗണ്ട് കേൾക്കുന്ന സമയത്ത് അദ്ദേഹം ക്യോട്ടോയിൽ തന്നെ നിൽക്കുന്നതെങ്കിലും അദ്ദേഹത്തിന് ആ ഒരു ക്യോട്ടോയോട്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹോമിനോടുള്ള ആ ഒരു നൊസ്റ്റാളജിയ, ആ ഒരു ലോങ്ങിങ് തോന്നാനുള്ള കാരണം മേ ബി അദ്ദേഹത്തിൻ്റെ ഒരു ഇമാജിൻഡ് ഹോം
ആയിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിനൊരു നഷ്ടപ്പെട്ട ഒരു കഴിഞ്ഞ കാലമുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു അൺഅറ്റൈൻഡ് ഐഡിയൽ ഉണ്ടായിരിക്കാം, അങ്ങനെയൊക്കെ ആയിരിക്കാം എന്നാണ് പറയുന്നത്. ട്രാൻസ്ലേറ്റഡ് ബൈ ജെയിൻ ഹിഷ്ഫീൽഡ്. ജെയിൻ ഹിഷ്ഫീൽഡാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ തീം എന്ന് പറയുന്നത് ലോങ്ങിങ് ആൻഡ് നൊസ്റ്റാൾജിയ ഫോർ എ ഫെമിലിയർ പ്ലേസ്. അത് നമുക്ക് അറിയുന്ന ഒരു പ്ലേസിനോടുള്ള ഒരു ലോങ്ങിങ് മീൻസ് ഒരു ആഗ്രഹം, ഒരു ഇൻറ്റൻസിറ്റി ഓഫ് ഡിസയർ, അതുപോലെ ഒരു നൊസ്റ്റാൾജിയ ഒക്കെയാണ് ഇതിൻ്റെ തീമായിട്ട് വരുന്നത്. ദെൻ ഇമാജറി, ഇതിൽ പോയട്രി ഇമാജറി യൂസ് ചെയ്തിട്ടുണ്ട്. ഹിയർ ഇൻ ദ കുക്കു ക്രിയേറ്റ്സ് ആൻ ഓഡിറ്ററി ഇമേജ് ഓഫ് ദ ബേർഡ്സ് കോൾ. അതായത് ഈ ഒരു കുക്കുവിൻ്റെ സൗണ്ട് നമുക്കൊരു ഓഡിറ്ററി ഇമേജ് നമുക്ക് നൽകുന്നുണ്ട്. ക്യോട്ടോ ഇവോക്സ് വിഷ്വൽ ഇമേജസ് ഓഫ് ദ സിറ്റീസ് ലാൻഡ്മാർക്ക് ആൻഡ് സീനറി. അതുപോലെ ക്യോട്ടോ എന്ന് പറയുന്നത് ഒരു ഇമേജറിയാണ്. അതായത് നമുക്ക് ആ ഒരു സിറ്റിൻ്റെ സീനറി, ലാൻഡ്മാർക്ക്, ഇങ്ങനെയുള്ള ഒരു വിഷ്വൽ ഇമേജറി നമുക്ക് നൽകുന്നുണ്ട്. ദെൻ പോയറ്റ് യൂസസ് സിംബോളിസം. അതായത് കുക്കു സിംബലൈസസ് റിന്യൂവൽ ആൻഡ് ചേഞ്ച്. അതായത് ഈ കുക്കുവിൻ്റെ സൗണ്ട് സിംബലൈസ് ചെയ്യുന്നത് റിന്യൂവൽ ആൻഡ് ചേഞ്ചിനൊക്കെയാണ്. ക്യോട്ടോ സിംബലൈസസ് എ പ്ലേസ് ഓഫ് ഇമോഷണൽ സിഗ്നിഫിക്കൻസ്. അതുപോലെ ക്യോട്ടോ സിംബലൈസ് ചെയ്യുന്നത് ഒരു ഇമോഷണൽ പ്രസക്തിയുള്ള ഒരു പ്ലേസ് ആയിട്ടാണ് സിംബലൈസ് ചെയ്യുന്നത്. ഓക്കെ. ഇൻ ക്യോട്ടോ ബൈ ബാഷു, ട്രാൻസ്ലേറ്റഡ് ബൈ ജെയിൻ ഹിഷ്ഫീൽഡ്. ഇൻ ക്യോട്ടോ ഹിയർ ഇൻ കുക്കു ഐ ലോങ് ഫോർ ക്യോട്ടോ. അപ്പോൾ ഇതൊരു ഹൈക്കു ആണ്. ഓൺലി 3 ലൈൻസേ ഉള്ളൂ. 17 സിലബിൾസ് ഉണ്ട്. ഇൻ ക്യോട്ടോ, അതായത് ഇപ്പോൾ നമ്മുടെ സ്പീക്കർ ഉള്ളത് ക്യോട്ടോയിൽ തന്നെയാണ്. ക്യോട്ടോ എന്ന് പറയുന്നത് ജപ്പാനിലെ ആ ഒരു ക്യാപിറ്റൽ സിറ്റിയാണ്. ക്യോട്ടോ വളരെയധികം സാംസ്കാരികപരമായിട്ടൊക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ക്യോട്ടോ എന്ന് പറയുന്നത്. അദ്ദേഹം ഇപ്പോൾ ഓൾറെഡി എക്സിസ്റ്റ് ആയിട്ടുള്ളത് ഈ ക്യോട്ടോയിൽ തന്നെയാണ്. ഹിയർ ഇൻ ദ കുക്കു, അദ്ദേഹം പിന്നീട് ആ ഒരു കുക്കുവിൻ്റെ സൗണ്ട് കേൾക്കുകയാണ്, ആ ഒരു സോങ് കേൾക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ക്യോട്ടോനോടുള്ള ഒരു ലോങ്ങിങ്, ആ ഒരു ഇൻറ്റൻസിറ്റി ഓഫ് ഡിസയർ അദ്ദേഹത്തിന് തോന്നുകയാണ്, ആ ഒരു നൊസ്റ്റാൾജിയ അദ്ദേഹത്തിന് തോന്നുകയാണ്. ഈ ഒരു കുക്കുവിൻ്റെ സോങ് കേൾക്കുമ്പോൾ ഇപ്പോൾ ഈ ട്രാവലേഴ്സിനൊക്കെ അവരുടെ ആ ഒരു വീട് അവർക്കൊക്കെ അവരുടെ മൈൻഡിലൊക്കെ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഐ ലോങ് ഫോർ ക്യോട്ടോ. എന്നിട്ട് നമ്മുടെ പോയിറ്റ് പറയാണ്, എനിക്കിപ്പോഴും ആ ക്യോട്ടോനോട് ഒരു ലോങ്ങിങ് ഉണ്ട്, ഒരു ഇൻറ്റൻസിറ്റി ഓഫ് ഡിസയർ ഉണ്ട്, ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് എനിക്കുണ്ട് എന്ന് പറയാണ്. ഇത്രയാണ് ഈ ഒരു ഹൈക്കുവിൽ പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഹൈക്കു ആണ് ദ ഓൾഡ് പോണ്ട്. It is a haiku poem that deals with an ancient pond and sound made by frog that jumps into it. അതായത് ഇതൊരു ഹൈക്കു ആണ് ഓൾഡ് പോണ്ട് എന്ന് പറയുന്നത്. ഇതൊരു ആൻഷ്യൻ പോണ്ട്, അതായത് പുരാതനമായിട്ടുള്ള ഒരു പഴയ ഒരു പോണ്ടിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിലേക്കൊരു ഫ്രോഗ്, അതായത് തവള എടുത്ത് ചാടുകയാണ്. അപ്പോൾ അവിടെ ഒരു സൗണ്ട് ഉണ്ടാകുന്നുണ്ട്. എത്രയാണ് ഈ ഒരു ഹൈക്കുൽ പറയുന്നത്. ദർ ആർ ഓൺലി 3 ഇമേജസ്. 1 ഈസ് സ്റ്റാറ്റിക് ഇമേജ് ഓഫ് ആൻ ഓൾഡ് പോണ്ട്. ഇവിടെ നമുക്ക് 3 ഇമേജുകൾ കാണാൻ കഴിയും. ആദ്യത്തെ ഇമേജ് എന്ന് പറയുന്നത് നിശ്ചലമായിട്ട് നിൽക്കുന്ന ഒരു പഴയ പോണ്ട്, കുളമാണ്. വളരെ ശാന്തമായിട്ട് നിൽക്കുന്ന ഒരു പഴയ കുളം. ദ സെക്കൻഡ് വൺ ഈസ് എ ഡൈനാമിക് ഇമേജ് ഓഫ് എ ഫ്രോഗ് ജമ്പിങ് ഇൻ ദ പോണ്ട്. രണ്ടാമത്തെ ഇമേജ് എന്ന് പറയുന്നത് അതായത് ഒരു ഡൈനാമിക് ഇമേജാണ്. അതായത് ഒരു തവള ആ ഒരു ശാന്തമായിട്ട് നിൽക്കുന്ന ആ ഒരു ഓൾഡ് പോണ്ടിലേക്ക് എടുത്ത് ചാടുകയാണ് ചെയ്യുന്നത്. ലാസ്റ്റ്ലി ദർ ഇസ് ആൻ ഓഡിറ്ററി ഇമേജ് ദാറ്റ് പ്രസൻറ്റ് ദ സൗണ്ട് ദാറ്റ് ഈസ് ജനറേറ്റഡ് ഫ്രം ഫ്രോഗ് ജമ്പിങ് ടു ദ പോണ്ട് വാട്ടർ. മൂന്നാമത്തെ ഇമേജ് എന്ന് പറയുന്നത് ഒരു ഓഡിറ്ററി ഇമേജാണ്. അതായത് ആ തവള ആ ഒരു ശാന്തമായിട്ടുള്ള ആ ഒരു പോണ്ടിലേക്ക് ചാടുന്ന സമയത്ത് ഒരു ഓഡിറ്ററി ഇമേജ് ഉണ്ടാകുന്നുണ്ട്. അതായത് ആ വെള്ളത്തിൽ നിന്നൊരു സൗണ്ട് ഉണ്ടാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. The poem opens with the image of an old ancient pond representing the continuity of tradition. അതായത് ഈ ഒരു പോം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പഴയ, അതായത് പുരാതനമായിട്ടുള്ള ഒരു പോണ്ട്, നമുക്ക് ഒരു കുളം നമുക്ക് കാണാൻ കഴിയും. ഇതെന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഈ ഒരു ഓൾഡ് പോണ്ട് എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? കണ്ടിന്യൂറ്റി ഓഫ് ട്രഡീഷനെയാണ്. അതായത് പാരമ്പര്യം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു പാരമ്പര്യത്തെ, ആ ഒരു ട്രഡീഷനെ ആണ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദ ഫ്രോഗ് ജമ്പിങ് ഇൻ ടു ദ വാട്ടർ ആൻഡ് ഡിസ്ട്രപ്റ്റിംഗ് ദ പീസ് ഓഫ് ദ പോണ്ട് ഇൻഡിക്കേറ്റ്സ് എ ബ്രേക്ക് ഇൻ ട്രഡീഷൻ ഇറ്റ്സ് മെറ്റഫോറിക്കൽ സെൻസ്. പിന്നീട് രണ്ടാമത്തെ ലൈനിൽ ആ ഫ്രോഗ് ആ ഒരു ശാന്തമായിട്ട് നിൽക്കുന്ന സ്റ്റാറ്റിക്കായിട്ടുള്ള ആ ഒരു
ഏൻഷ്യൻ പോണ്ടിലേക്ക് എടുത്തു ചാടുകയാണ് ചെയ്യുന്നത്. അവിടെ എന്തുണ്ടാകുന്നുണ്ട്, അതായത് അതുവരെ ഒരു ട്രഡീഷൻ കണ്ടിന്യൂ ചെയ്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു തവള ആ ഒരു ഓൾഡ് പോണ്ടിലേക്ക് ചാടുന്ന ആ ഒരു മൊമെൻറ്റിൽ ആ ഒരു ട്രഡീഷനെ ബ്രേക്ക് ചെയ്യണമെന്നാണ് പറയുന്നത്. ആ ഒരു പാരമ്പര്യത്തെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ആ ഒരു ഓൾഡ് പോണ്ടിൻ്റെ ആ ഒരു ശാന്തത നശിപ്പിക്കുകയാണ്. അത്രയും ശാന്തമായിട്ട് നിന്ന ആ ഒരു ഓൾഡ് പോണ്ടിൻ്റെ ആ ഒരു പീസ് ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ദ ഫ്രോഗ്സ് ആൻഡ് ദെയർ ക്രൈസ് ഹാഡ് കൺവെൻഷനലി ബീൻ മാർക്കേഴ്സ് ഓഫ് സീസൺ. പിന്നീട് ഈ ഒരു പോണ്ടിലേക്ക് എടുത്ത് ചാടുന്ന സമയത്ത് ആ വെള്ളത്തിൽ നിന്ന് ഒരു സൗണ്ട് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ഫ്രോഗ്സ് കരയുന്നുണ്ട്. ഇതൊക്കെ ഈ ഫ്രോഗ്സൊക്കെ കരയുന്നത് ഒരു സീസണെ മാർക്ക് ചെയ്യാനാണ്, അതൊരു സീസൺ റെപ്രസെൻ്റ് ചെയ്യാനാണെന്നാണ് പറയുന്നത്. ട്രാൻസ്ലേറ്റഡ് ബൈ റോബർട്ട് ഹാസ്. പോണ്ട് ഈസ് എ മെറ്റഫർ ഫോർ ദ സബ് കോൺഷ്യസ് മൈൻഡ്. പോണ്ട് എന്ന് പറയുന്നത് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു മെറ്റഫർ ആയിട്ടാണ് പോയിട്ട് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഓൾഡ് പോണ്ട് ഈസ് എക്സാമ്പിൾ ഓഫ് പേഴ്സോണിഫിക്കേഷൻ. അതുപോലെ ഓൾഡ് പോണ്ട് പേഴ്സോണിഫിക്കേഷന് എക്സാമ്പിളാണ്. ഈ ഒരു പോണ്ടിനെ ഇവിടെ നമ്മുടെ പോയിട്ട് പേഴ്സോണിഫൈ ചെയ്യുന്നുണ്ട്. വാട്ട് ഈസ് പേഴ്സോണിഫിക്കേഷൻ? അട്രിബ്യൂട്ടിങ് ഹ്യൂമൻ ക്വാളിറ്റീസ് ടു ഇനാനിമേറ്റ് തിങ്സ്. ഇത് ഇനാനിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സ്, അതായത് ജീവനില്ലാത്ത ഒന്നിന് മനുഷ്യരുടെ ക്വാളിറ്റി നൽകുന്നതാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദ ഓൾഡ് പോണ്ട് മർസോ ബാഷോ. ഓൾഡ് പോണ്ട് എ ഫ്രോഗ് ജംപ്സ് ഇൻ വാട്ടർ സൗണ്ട്. അതായത് ഒരു പുരാതനമായിട്ടുള്ള ഒരു കുളമാണ്, വളരെ ശാന്തമായിട്ട് നിൽക്കുന്നൊരു സ്റ്റാറ്റിക്കായിട്ട് നിൽക്കുന്ന ഒരു കുളം. അവിടെ ഇതിന് ഈ ഒരു ഓൾഡ് പോണ്ട് എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, അതായത് കണ്ടിന്യൂ ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രഡീഷനെയാണ്. പെട്ടെന്നാണ് അതിലേക്ക് ഒരു ഫ്രോഗ് ജമ്പ് ചെയ്യുന്നത്. ആ ഒരു ഫ്രോഗ് ജമ്പ് ചെയ്യുന്നതിലൂടെ ആ ഒരു ഏൻഷ്യൻ പോണ്ടിൻ്റെ ആ ഒരു സൈലൻസ്, ആ ഒരു പീസ്, ആ ഒരു ക്വയറ്റ്നെസ് ഒക്കെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്, ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ആ ഒരു ട്രഡീഷനെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. പിന്നീട് വെള്ളത്തിൽ വാട്ടർ സൗണ്ട്, വെള്ളത്തിൽ ഒരു ശബ്ദമുണ്ടാകുന്നുണ്ട്. ആ ഒരു തവള വെള്ളത്തിലേക്ക് ചാടുന്ന സമയത്ത് ആ ഒരു ഫ്രോഗിൻ്റെ ക്രൈസും ഒക്കെ എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഒരു സീസണെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.